അധ്യാപകൻ പറയുന്നത് കേൾക്കുന്ന അനുസരണയുള്ള വിദ്യാർത്ഥികളെ പോലെ അവർ 24 പേരും ചുറ്റും നിന്നു. ഉപ്പിന്റെ കുറവും കൂടുതലും മധുരത്തിന്റെ ഏറ്റക്കുറച്ചിലും അധ്യാപകനിൽ നിന്ന് അവർ പഠിച്ചു. പഠിച്ചെടുത്ത പുതിയ പലഹാരങ്ങൾ അധ്യാപകന്റെ മുന്നിൽ വിളമ്പിയപ്പോൾ ഓരോരുത്തരിലും ആകാംക്ഷ. അതൊക്കെ ശരിയാണ്. ചെറിയൊരു മധുരം കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിലും ഈ കണ്ടുപോകാനും ഓവറായിട്ട് സ്പൈസസ് ചേർക്കും. സ്പൈസസ് കുറച്ച് കുറയ്ക്കുന്നതാണല്ലോ. അപ്പോൾ പരിപ്പിനായാലും കടലയ്ക്കായാലും അടയ്ക്കായാലും ഏതിനായാലും നമ്മൾ ഈ ഏലക്കായ ചേർക്കുന്നതിലൂടെ എൻ്റെ ആ ഒരു സ്വാദം, എൻ്റെ ജെന്യുവനായിട്ടുള്ള സ്വാദ് പോകും. കേരളത്തിലെ ആദ്യ ജനകീയ റോഡ് ടൂറിസം സംരംഭമായ മണർകാട് 4 മണിക്കാറ്റിൽ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഴയട മോഹനൻ നമ്പൂതിരി പാചക പരിശീലനം നടത്തിയത്. വിദ്യാർത്ഥികളുടെ പാചക മികവിൽ അധ്യാപകനും ഹാപ്പി. പുതിയ പിള്ളേരെങ്ങനെയുണ്ട്? സാറിനെ കടത്തിയിട്ടു? പുതിയ പിള്ളേർക്ക് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അത്യാവശ്യം വേണ്ട എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അവർ അതിനേക്കാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ 4 മണിക്കാറ്റ് എന്നുള്ള ഇതൊരു എക്കോളജിക്കൽ ഗാർഡനാക്കി അവർ മാറ്റിക്കഴിഞ്ഞു. അവിടെ നല്ല ഭക്ഷണം, നാടൻ ഭക്ഷണം കൂടി നല്ല രീതിക്ക് കൊടുത്തു കഴിയുമ്പോൾ സുഖമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ ആശംസകളും നന്നായിട്ട് പോകുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് ചെയ്തു. തങ്ങൾക്കറിയാവുന്ന നാടൻ പലഹാരങ്ങളാണ് ഈ അമ്മമാർ 4 മണിക്കാറ്റിൽ ഇത്രയും നാൾ വിളമ്പിയത്. കൂടുതൽ പരിശീലനം ലഭിച്ചതോടെ 12ഓളം പുതിയ പലഹാരങ്ങൾ കൂടി ഇനി വിളമ്പും. ക്ലാസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ക്ലാസ് അല്ലേ. എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വട്ടയപ്പായിരുന്നു. അപ്പോൾ ഇച്ചിരി പുള്ളി കുറഞ്ഞു പോയെന്ന് പറയും. ഈസ്റ്റ് ശാലം കൂടെ കൂട്ടിയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വട്ടയപ്പായിട്ട് വരും. വട്ടയപ്പത്തിന് ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പായസമുണ്ട്. സേമിയ പായസമായിരുന്നു. സേമിയ പായസം നല്ലതെന്ന് പറഞ്ഞു. ഇത് രണ്ടെണ്ണം ഞങ്ങളുണ്ടാക്കി. ഞങ്ങൾ ഏത്തയ്ക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ച് ഞങ്ങൾക്കൊരു ട്രെയിനിങ് പറഞ്ഞു തന്നായിരുന്നു. അല്ല, ഞങ്ങൾ കഴിയുന്നത് മാക്സിമം നല്ലതായിട്ടുണ്ടാക്കി. സാർ നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല സന്തോഷം. ഇനി മെച്ചപ്പെടണമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ കഴിയുന്നത്ര മാക്സിമം നല്ലതായിട്ടുണ്ടാക്കും. നിലവിൽ 4 മണിക്കാറ്റിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ മുഖമെനിക്ക് 4 മണിക്കാറ്റിനെ കോട്ടയത്ത് കാണാം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഈ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിശീലനം സംഘടിപ്പിച്ചത്. ഷിനോജ് എസ് ടി കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരും. ഷിനോജ്, ഈ 4 മണിക്കാറ്റ് ഈ പറഞ്ഞ പോലെ പഴയിടം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്കോളജിക്കൽ ഗാർഡൻ ആക്കി അവർ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഭക്ഷ്യശാല മാത്രമല്ല അല്ലേ, കൂടുതൽ വിശേഷണങ്ങളൊക്കെ അവിടെ നമുക്ക് നൽകാൻ കഴിയും. ഇക്കോളജിക്കൽ ഗാർഡൻ പോലെ തന്നെ അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. പറയൂ, കൂടുതൽ വിശേഷങ്ങൾ പറയൂ 4 മണിക്കാറ്റിനെ പറ്റി. നമുക്ക് ഈ അമ്മമാരുടെ വിശേഷങ്ങൾ, പാചകവിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ 4 മണിക്കാറ്റിൻ്റെ വിശേഷങ്ങൾ കൂടി പറഞ്ഞു പോകാം. 2010 ഈ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിൽ ഇത്തരത്തിൽ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു വിശ്രമ കേന്ദ്രം ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഈ പ്രദേശം എന്ന് പറയുന്നത് മാലിന്യങ്ങളൊക്കെ കൂടിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു. നാട്ടുകാരൊക്കെ ചേർന്നാണ് അതിനെയൊക്കെ മാറ്റി 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിശ്രമ കേന്ദ്രം അവിടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവനിങ് സ്പോട്ട് എന്ന് പറയുന്നത് 4 മണിക്കാറ്റാണ്. അത്തരത്തിൽ ഈ 4 മണിക്കാറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 12ഓളം ചായക്കടകൾ അവിടെ ഉണ്ടായിരുന്നു. ചായക്കടകൾ എന്ന് പറയുന്നത് ചായയും ചെറുകടിയും ഒക്കെ കിട്ടുന്ന കുടുംബശ്രീയിലെ അമ്മമാർ നടത്തുന്ന കടയാണ്. 24 അമ്മമാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരിത്രയും കാലം കഴിഞ്ഞൊരു 10-15 വർഷത്തോളം അവർ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അവർക്കറിയാവുന്ന നാടൻ പലഹാരങ്ങളൊക്കെയാണ് അവർ അവിടെ വിളമ്പിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ പുതിയ പദ്ധതി വന്നതിന് പിന്നാലെ അവർ കൂടുതൽ വിഭവങ്ങളൊക്കെ കടക്കുകയാണ്. അതിന് പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പഴയട മോഹനൻ നമ്പൂതിരി 4 മണിക്കാറ്റിൽ എത്തിയത്. പഴയടം എത്തിയതോടുകൂടി അവർക്കും കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജമൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇത് കൂടുതൽ കുറച്ചുകൂടി ജനകീയമാകുന്നു. കാരണം പഴയടത്തെ പോലെ ഒരാൾ അവരുടെ ഈ പലഹാരം പഴയടം വന്ന് നല്ല ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുഖം എനിക്ക് ഈ 4 മണിക്കാറ്റ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കോട്ടയത്തുകാർക്കൊക്കെ അവിടെ പോയിരുന്ന് നല്ല ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒരു സ്ട്രെസ് റിലീഫ് ഒക്കെ ആയിരിക്കും ആ ഒരു സ്ഥലം, 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലം.